പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈ പ്രഭാതത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നൈസർഗികനായിരിക്കുക, സ്വാഭാവികനായിരിക്കുക, നാച്ചുറലായിട്ടിരിക്കുക. നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായ തനതായ വ്യക്തിത്വമുണ്ട്, സ്വഭാവങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇത് വ്യക്തിഗതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സംഘർഷം ഉണ്ടാകും. കാരണം നമ്മളെ കൂടെയുള്ളവർ എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്നില്ല. പലപ്പോഴും വിഘടിതമായ ആശയം കൊണ്ടുള്ള പൊരുത്തക്കേടുകളുണ്ടാകാം. അപ്പോഴൊക്കെ നമുക്ക് സർഗാത്മകനായിരിക്കുക, സരളനായിരിക്കുക, സ്വാഭാവികനായിരിക്കുക ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. നമ്മൾ പലപ്പോഴും സംഘർഷത്തിൽ മുൻവിധിയോടുകൂടിയാണ് ജീവിക്കുന്നത്. മൈൻഡ് എന്ന മുൻവിധിയാണ്. ഇന്നലെ എന്തോ സംഭവിച്ചു, അതുകൊണ്ട് ഇന്നും അങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു, ഇന്നങ്ങനെ സംഭവിക്കാൻ അത് കഴിഞ്ഞു. ഇന്നലത്തെ ജീവിതം കഴിഞ്ഞു, കുറച്ച് മുമ്പുള്ള ജീവിതം കഴിഞ്ഞു. ശ്വാസോച്ഛ്വാസം പോലെ ജീവിതം എപ്പോഴും പുതുമ ഉള്ളതാണ്, നവമാണ്. നമുക്ക് കുറച്ച് മുമ്പേ വിട്ട ശ്വാസം ഇനിയിപ്പോൾ എടുക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ ശ്വാസം, ഓക്സിജൻ നമ്മൾ എടുക്കും. ഇതാണ് ജീവിതം. എവരി മൂമെൻറ്റ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ വിസ്മരിക്കണം. പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തലയിൽ പേറി അങ്ങനെ ഭൂതകാലത്തിൻ്റെ തടവറയിൽ പലപ്പോഴും ഹോമിക്കപ്പെടുകയാണ് മാനവൻ. ഇതിൽ നിന്നും അല്പം ബോധത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയുമാറാകണം. അങ്ങനെ ജീവിതം ഒരു ഉത്സവമായി കൊണ്ടാണ് ഓരോ നിമിഷത്തെയും ഈ ഭൂമിയിലുള്ള ജീവിതം. നമുക്ക് മറ്റുള്ളവർക്കും ആ പരമാനന്ദം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് സാധാരണ ജീവിത മഹോത്സവത്തിൽ ഒരുവനായിക്കൊണ്ട് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം. അതിൽ നമുക്ക് അജ്ഞാതമായ പലതും സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കാം. എങ്കിലും നമ്മൾ നിരാശനാവരുത്. മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പ്രകൃതിയുടെ നിഗൂഢതകൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ ആവരണം ചെയ്യപ്പെടും, തുറക്കപ്പെടും. അപ്പോഴാണ് ദിവ്യാത്ഭുതം സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ജീവിതത്തിൻ്റെ ആ നിഗൂഢതയിലേക്ക് കടന്നു പോകുവാനും അതിനെ കൂടുതൽ പരമാനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനും ചേർക്കുവാനും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.